സ്നേഹമുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് എനിക്കറിയാം. വാഴ ഒന്നാം പാർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്തപ്പോൾ തീർച്ചയായും വാഴ സെക്കൻഡ് കണ്ടതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുമെന്ന് ഒരു പ്രോമിസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. അപ്പോൾ അതിനുവേണ്ടി വാഴ സെക്കൻഡൊക്കെ പോയി കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഒത്തിരിയേറെ തീമുകൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആ വാഴ സെക്കൻഡിൽ നിന്ന് അവതരിപ്പിക്കാൻ സാധിക്കും. കാരണം കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ബന്ധം എടുത്ത് കാണിക്കുന്ന ഒരു മൂവിയാണ്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഇടയിലുണ്ടാകുന്ന വഴക്കുകൾ എങ്ങനെയാണ് അവരുടെ ബന്ധത്തെ ബാധിക്കുന്നത് എന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിന് സിബ്ലിങ്സ് പോലും പരസ്പരം സംസാരിക്കാത്ത ഒരവസ്ഥയിൽ അവസാനം തിരിച്ചറിവിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് ചേരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ യുവത്വത്തിന് വേണ്ട ഒരു മെസ്സേജും ആ മൂവി നൽകുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയാണ് നമ്മളെ വലിയൊരു അഡിക്ഷനിലേക്ക് എത്തിക്കുന്നത്, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതിനേക്കാൾ ഉപരി എന്നെ സ്വാധീനിച്ച മറ്റൊരു വീഡിയോ ആണ്. ഈ വാഴ സെക്കൻഡ് കൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു കളങ്കം എടുത്തു മാറ്റാൻ പറ്റിയ ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ ഈ ഒരു മൂവിക്ക് ശേഷം എനിക്ക് കാണാൻ സാധിച്ചു. അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത് ക്ലബ് എഫ്എമ്മിലെ RJ ആദർശിനെയാണ്. കാരണം ആ വ്യക്തിയാണ് ഇതിലെ യഥാർത്ഥ സംഭവത്തിലുണ്ടാകുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കാം വാഴ സെക്കൻഡിൽ കാണിച്ച ആ പടക്കം പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഓടി താറോട്ടിലേക്ക് വീഴുന്ന ആ വ്യക്തി. പലപ്പോഴും ദീപാവലിയുടെ സമയത്തും അതുപോലെ തന്നെ വിഷുവിന്റെ സമയത്തൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ഫണ്ണി വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? പടക്കം പൊട്ടിക്കാൻ നോക്കി പൊട്ടുന്നതിന് മുമ്പേ ആള് പെടഞ്ഞ് ടാർ റോട്ടിലേക്ക് വീഴുന്ന ഒരു രംഗം. അതുവരെ ഈ വീഡിയോ കണ്ടപ്പോഴെല്ലാം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ ആഹ്ലാദിച്ചിട്ടുണ്ട് ആ വീഡിയോയിലെ ആ ഫണ്ണി സൈഡ് കണ്ടുകൊണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്തത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ ഷിബൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വടുതല സ്വദേശിയാണ്, KSRTCയിലെ ഒരു ഡ്രൈവറാണ്. അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഈ സിനിമയെ എൻ്റെ ജീവിതവും ഏകദേശം ഒരുപോലെ മുന്നോട്ട് പോകുന്നു. പക്ഷേ കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾ കണ്ടുകൊള്ളൂ. അതിനുശേഷവും ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇതിൽ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ രംഗം എൻ്റെ ജീവിതത്തിൽ എന്നോട് ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണെന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. ഞാൻ മരിക്കണവരെ തന്നെ പിന്തുടരുന്നുണ്ട്. എന്നോട് ആൾക്കാർ കാണിക്കുന്ന ഒരു ക്രൂരതയായിരുന്നു. അത് ചെയ്ത ആൾക്കാരുടെ പേരിൽ ഞാൻ സോറി ചോദിക്കുന്നു. അതിലെല്ലാം മൂവിൽ എന്നെ വിഷമിപ്പിച്ചത് എൻ്റെ മകനുണ്ടായ ബുദ്ധിമുട്ടാണ്. അവനെ കൂട്ടുകാർ കളിയാക്കുക, അവസാനം അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടി. ബിജു കുട്ടൻ അവതരിപ്പിച്ച ആ കഥാപാത്രം, അല്ലേ? ആ പടക്കം പൊട്ടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അത് പൊട്ടി എന്ന ആ വെപ്രാളത്തിൽ ഓടി ടാറോട്ടിലേക്ക് വീഴുമ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? മറ്റു കുട്ടികളെല്ലാം നോക്കി കൈയടിച്ച് ചിരിക്കുന്ന ഒരു രംഗമാണ്. പക്ഷേ തൻ്റെ അപ്പന് എന്താണ് പറ്റിയത് എന്ന വേദനയിൽ ഒരു 5 വയസ്സുകാരൻ ആ അപ്പൻ്റെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ആ മുഖത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ തന്നെ ആ മകൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട്, അല്ലേ? അവിടെ അപ്പം പോലും ആ വീണിടക്കുന്ന അവസ്ഥയിൽ പോലും തൻ്റെ മകനിലേക്ക് നോക്കുന്നത്, എൻ്റെ മകൻ എന്താണ് ഇതുപോലെ കരയുന്നത്? കാരണം അപ്പൻ എന്തെങ്കിലും പറ്റി, എൻ്റെ മോനെ എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം. ആ ശിവൻലാൽ എന്ന വ്യക്തിയും പറയുന്നുണ്ട്, ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഗുണ്ട് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയൽവാസിയായ ഒരു വ്യക്തി എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കുകയും അതിൽ പതറിക്കൊണ്ട് ആ വ്യക്തി ഓടുന്ന ഒരു രംഗമാണ് നമ്മളതിൽ കാണുക. അത് കാണുന്ന അവസരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം വീഴുന്നു. ഈ ചിത്രത്തിൽ കണ്ട പോലെ മറ്റു കുട്ടികളെല്ലാം പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പൊട്ടിച്ചിരിക്കുന്ന അവസരത്തിൽ പോലും മറ്റുള്ളവർ എല്ലാം നോക്കുന്നത് എന്താണ്? ഇതൊരു ഫണ്ണി പാർട്ടായിട്ടാണ്. പക്ഷേ ആ മകൻ നോക്കിയത് എൻ്റെ അപ്പൻ എന്തെങ്കിലും പറ്റിയോ, എൻ്റെ അപ്പൻ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകാം. ആ ഒരു ടെൻഷനിൽ മകൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അതുവരെ സിനിമയിൽ കണ്ടത് നിങ്ങൾ കണ്ടു, അത് എൻ്റെ ജീവിതമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പാട്ട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ അനുഭവം പങ്കുവയ്ക്കുകയാണ് RJ ആദർശിനോട്. അത് പറയുമ്പോൾ പോലും ആ വ്യക്തിയുടെ കണ്ണുകൾ നിറയുന്നത് നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ സിനിമയേക്കാൾ ഉപരി ഈ ഒരു രംഗം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അതിൽ ആ വ്യക്തി പറയുന്നുണ്ട്, അതിനുശേഷം എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ ഒരു കളിയാക്കലിനുള്ള ഒരു കഥാപാത്രമായിട്ട് മാറി. എൻ്റെ കുടുംബക്കാർ പോലും ഒരു കള്ളു കുടിച്ചിട്ടാണ് അവനതുപോലെ വീണത് എന്ന് പറഞ്ഞ് പെടുത്താൻ തുടങ്ങി. അവിടെയുള്ള ആൾക്കാർ ഒരിക്കലും അവനെ വിശ്വസിക്കാത്ത അവസ്ഥ. കാരണം നിനക്കൊന്നും വേറെ ആവശ്യമില്ല, വിഷുവൊക്കെ ആയിട്ട് വെള്ളം അടിച്ചിരുന്നതിന് ശേഷമാണോ നീ ഇതൊക്കെ ചെയ്യേണ്ടത്? ലക്കും ലഗാനും ഇല്ലാതെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ തുടങ്ങി. അവസാനം മകന് പോലും ഡിപ്രഷനായി, ഒരു കൗൺസിലിങ്ങിന് പോകേണ്ട അവസ്ഥയായി എന്നൊക്കെ അദ്ദേഹം ആ വീഡിയോ ഇപ്പോൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. കാരണം തൻ്റെ അപ്പനെ കളിയാക്കുന്ന ആ
ആ ഒരു അവസ്ഥയിൽ ആ മകൻ അനുഭവിച്ച വേദന, പിന്നീട് എപ്പോൾ പോയാലും കൂട്ടുകാരെല്ലാം നിന്റെ അപ്പനല്ലേ ആ വീഡിയോയിലുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കുമ്പോൾ ആ മകൻ അനുഭവിച്ച വേദന, ആരോടും സംസാരിക്കാതെ എപ്പോഴും മുറിയിൽ അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക, ഒരു ഡിപ്രഷനിലേക്ക് മാറുക, അതെല്ലാം ഒന്ന് ഓർത്തു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം വേദനിക്കും. പക്ഷേ ഈ മകൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയെല്ലാം സംഭവിക്കാനുള്ള ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. അവിടെ നമ്മളെപ്പോഴും എന്താ, ഒരാൾ നമ്മുടെ കൂട്ടുകാരനൊന്ന് നിലത്ത് വീണ് കഴിഞ്ഞാൽ നമ്മളപ്പോൾ കളിയാക്കിച്ചിരിക്കും, അല്ലേ? നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് അതാണ്. അതേസമയം വിദേശികൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഒരു വ്യക്തി വീഴുമ്പോൾ ആ സിറ്റുവേഷൻ വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ പല ചിത്രങ്ങളിലും വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. കാരണം അവർ നോക്കുന്നത് ആ സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് എന്ത് പറ്റിയെന്നാണ്. നമ്മൾ നോക്കുന്നത് ആ വ്യക്തിക്ക് പറ്റിയ അമളി, അതോർത്ത് നമ്മൾ ശരിക്കും കൂട്ടുകാരുടെ മുമ്പ് എൻ്റെ കൂട്ടുകാരൻ പോലും കളിയാക്കി ശരിക്കുവാണല്ലോ എന്നോർത്ത് നമ്മൾ പലപ്പോഴും വേദനിക്കും. പക്ഷെ ആ വേദനയൊന്നും അവർ കാണുന്നില്ല, മറിച്ച് അവർ അതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞ് കളിയാക്കും. നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ കണ്ടില്ലേ അന്ന് അവന് ഉണ്ടായ സംഭവം എന്താണെന്ന് അറിയില്ലേ എന്നും പറഞ്ഞ് കളിയാക്കുമ്പോഴും നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇവിടെ ഈ ശിവൻരാജ് പറയുന്ന കാര്യം അത് തന്നെയാണ്. അവിടെ എല്ലാവരും അതൊരു ഫണ്ണായിട്ട് എടുത്തു. എല്ലാ വിഷുവിനും ദീപാവലിക്കൊക്കെ ആ വീഡിയോ പ്രചരിപ്പിച്ചു. മില്യൺസ് കണ്ടിട്ടുണ്ടാകാം. അവരെല്ലാം ഒരു നിമിഷം ചിരിച്ച് ആഹ്ലാദിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിൽ ആ വ്യക്തി പറയുന്നത് ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ജീവനോട് ഇരിക്കില്ല. കാരണം അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വീഴുന്നത്. ടാറിട്ട റോഡിനും ഇതിന് സ്ലാബിനും ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പിൽ ആ കാല് ഇടിച്ചു പോകുമ്പോൾ കാലിലൊക്കെ വലിയ മുറിവുണ്ടായിരുന്നു. ആ ടാറിട്ട റോഡിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് വീണാൽ പോലും എന്ത് വേദനയുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നെഞ്ചു തള്ളി ഒരു വ്യക്തി ടാറിട്ട റോഡിലേക്ക് വീഴുക. അവിടെ ആ ചിത്രത്തിൽ കാണിച്ച പോലെ ചുറ്റുമുള്ള ഒറ്റ മനുഷ്യരും വന്നില്ല. ആ മകൻ മാത്രമാണ് ഓടി വരുന്നത് അപ്പൻ്റെ അടുത്തേക്ക്. ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാൻ പോലും ചെന്നില്ല. പക്ഷേ മകൻ തൻ്റെ അപ്പൻ്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ഓടിച്ചെല്ലുന്നത് നമ്മൾ അതിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഓരോ വീഡിയോയും നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. ഒരിക്കൽ കൂടി നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനോ, ഞാൻ ഇതുപോലുള്ള ഒരു വ്യക്തിയാണോ, മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ, മറ്റുള്ളവരുമായിട്ട് ഒരു എമ്പതി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? മറ്റുള്ളവരുടെ വേദന എൻ്റെ വേദനയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ പങ്കുചേർന്ന് അവനെ കളിയാക്കാതെ ആ വേദനയിൽ നിന്ന് കരകയറ്റാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ചിന്തിച്ചു നോക്കേണ്ട മേഖലകളാണ് ഇതൊക്കെ. ഇത് ചിന്തിച്ചു നോക്കിയില്ലെങ്കിൽ എന്താ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? നമ്മളും മറ്റുള്ളവരെ ഒരു കാഴ്ചക്കാരായി അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് തിരിച്ചറിയാതെ, ഒരു പക്ഷേ നമുക്ക് ആ വ്യക്തിയോട് ഒരു എമ്പതി തോന്നിയിരുന്നെങ്കിൽ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ചിരിക്കുകയല്ല, മറിച്ച് എന്താണ് ചെയ്യുക? വന്നാലും ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? ആ ടാറിട്ട റോഡിലേക്ക് നെഞ്ചടിച്ച് വീഴുമ്പോൾ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകാം. ഇപ്പോഴും അദ്ദേഹത്തിന് അതിൻ്റെ അസ്വസ്ഥതകളുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് കാരണമുണ്ടാകാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ വാഴയെന്ന് സിനിമ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് എടുത്ത് കാണിച്ചു തന്നതായിരിക്കും. പലപ്പോഴും നമ്മുടെ ചിന്താഗതികൾ തെറ്റാണ് എന്ന സന്ദേശം. ബിജുക്കുട്ടൻ പോലും പിന്നീട് ഈ വ്യക്തിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോയൊക്കെ ഈ ആദർശ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ടെന്നാണ് അതിൽ പറയുന്നത്. കാരണം അവർ പരസ്പരം കണ്ടുമുട്ടുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്ന്. അത് ബിജുക്കുട്ടൻ്റെ നല്ല മനസ്സിന് കാണിക്കുന്നു. കാരണം ആ ഒരു സീൻ ചെയ്തപ്പോൾ ആ സീനിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കി മറ്റവൻ്റെ വേദന എന്തായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മളും ആ സ്ഥാനത്തെത്തിയിട്ടല്ല മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആ ഒരു രംഗം കാണുമ്പോൾ തന്നെ മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കണം. ആ വേദന എൻ്റെയും കൂടെ വേദനയാണെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മൾ ആരെയും കളിയാക്കി ചിരിക്കില്ല, മറിച്ച് നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ വളർത്തി വലുതാക്കും, അവരെ കൈപിടിച്ചുയർത്തും. ആ ഒരു പ്രചോദനം ഉൾക്കൊള്ളുവാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.